ഇപ്പോൾ എൻ രാമചന്ദ്രൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പേരക്കുട്ടികൾ, മകനടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വികാരഭരിതമായ നിമിഷമാണ്. നേരത്തെ മൂർത്തി പറഞ്ഞതുപോലെ ഒരു കുടുംബം എങ്ങനെയാണ് അവരുടെ കൺമുന്നിൽ വെച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ, അവരുടെ അച്ഛനെ, അവരുടെ മുത്തച്ഛനെയൊക്കെ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തെ മറികടന്നത് എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മകൾ സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ആ സാഹചര്യത്തെ അവർ മറികടന്നത്, അമ്മയെ അറിയിക്കാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അച്ഛൻ്റെ വിയോഗ വാർത്ത അറിയിക്കാതെ ഭാര്യ ഷീലയെ കൊണ്ടുവന്നതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചതാണ്. ഇപ്പോൾ ഇതാ എൻ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീല, മകൾ ആർത്തി, 2 പേരക്കുട്ടികൾ, ഇരട്ടക്കുട്ടികളാണ്. ആ 2 പേർ, പിന്നെ മകൻ അരവിന്ദ് അടക്കമുള്ളവർ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാനായി. നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ നിന്നാണ് നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇപ്പോഴാണ് ചങ്ങമ്പുഴ പാർക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഷീലയ്ക്ക് അദ്ദേഹത്തെ കാണുന്നത് ഇപ്പോഴാണ് എന്നത് നമുക്ക് മനസ്സിലാക്കണം. കാരണം മകളും പേരക്കുട്ടികൾക്കും ഒപ്പമായിരുന്നു എൻ രാമചന്ദ്രൻ ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് പോയത്. ഭാര്യ ഹോട്ടൽ മുറിയിലായിരുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നം കാരണം അവർ ട്രക്കിങ്ങിനായി മുകളിലേക്ക് പോയിരുന്നില്ല. പിന്നീട് അവിടെ വെച്ചാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത്. ഓം തയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരികമബന്ധനാത് മൃത്യുർമോക്ഷീയമാ അമൃതാത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനചതുർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യം ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയമാ അമൃതാത്. ഓം തയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയമാ അമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നാരായണം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ലക്ഷ്മീകാന്തം കമലനയനം യോഗിജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യം ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. മൂകാംബിക ദേവി നമോസ്തുതേ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. യോടെ അന്ത്യയാത്രയ്ക്കൊരുങ്ങുകയാണ് എൻ രാമചന്ദ്രൻ. സന്തോഷത്തോടുകൂടി ഭൂമിയിലെ പർദീസ കാണാനായി കുടുംബത്തോടൊപ്പം പോയതാണ് എൻ രാമചന്ദ്രൻ. തിരിച്ചുള്ള മടക്കം അതീവ വേദനയായി മാറ്റും.
നമ്മൾ ഓരോ മനുഷ്യർക്കും കണ്ണീരോടെ വീട്ടിലേക്ക് കൊണ്ടുവരും. 12 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ നടക്കുകയും ചെയ്യും. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തുന്നു. ലോകാസമസ്ത സുഖിനോ ഭവതു. അവസാന യാത്രയിലും അതാണ് പ്രാർത്ഥന. ലോകം മുഴുവൻ സമാധാനത്തോടെ ഇരിക്കട്ടെ, സുഖത്തോടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ വിടവാങ്ങുകയാണ് ഈ രാമചന്ദ്രൻ. ഇതിലേറെ എന്താണ് മരണത്തിലും ആ മനുഷ്യന് നൽകാനുള്ളത്? ലോകാസമസ്ത സുഖിനോ ഭവതു എന്ന വാക്കുകളല്ലാതെ, പ്രാർത്ഥനയല്ലാതെ. പൂന്തോട്ടത്തിലെ ജീവിതം ഏറെ മെച്ചപ്പെട്ടത് എന്ന എഴുത്തുകളോടെ ഉള്ള വസതിയിൽ നിന്നും അങ്ങനെ പൂന്തോട്ടത്തിൻ്റെ സ്ഥലത്തേക്ക് യാത്ര പോയതാണ്. കുടുംബത്തോടൊപ്പം കുഞ്ഞ് 2 പൂക്കളോടൊപ്പം യാത്ര പോയി എന്ന് വേണം പറയാൻ. കൊച്ചുമക്കളാണ്. ഇരട്ടകളായ കൊച്ചുമക്കളോടൊപ്പം, മകളോടൊപ്പം ഏറെ സന്തോഷത്തിൽ ഭൂമിയിലെ ഒരുപാട് സന്തോഷകരമായ ദിനങ്ങൾ അനുഭവിച്ചിരിക്കാം. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു ഭീകരാക്രമണം വന്നെത്തിയതും ജീവൻ നഷ്ടപ്പെട്ടതും. പ്രിയപ്പെട്ടവരുടെ കൺമുന്നിൽ വെച്ച് അത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുക എന്നാൽ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയുന്നതിലും ഒക്കെ അപ്പുറത്തെ ദുരന്തവും സങ്കടവുമാണ് ആ പ്രിയപ്പെട്ടവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. റിയ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. റിയ, നെഞ്ചുലഞ്ഞ ആ മനുഷ്യരുടെ മുന്നിൽ നമുക്ക് എന്താണ് പറയാനാവുക അല്ലേ? അതെ മോദി, നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം കടന്നു പോകുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അത്ര സന്തോഷത്തോടെ ഈ ഇടപ്പള്ളിയിലെ നീരാഞ്ജനം എന്ന വീട്ടിൽ നിന്നാണ് ഭാര്യയ്ക്കും മകൾക്കും 2 പേരക്കുട്ടികൾക്കുമൊപ്പം കശ്മീരിലേക്ക് അദ്ദേഹം പോകുന്നത്. കശ്മീരിലെത്തി തൊട്ടടുത്ത ദിവസം അദ്ദേഹം പഹൽഗാമിലേക്ക് എത്തുന്നു. അവിടെ എത്തി നേരത്തെ കഴിഞ്ഞ ദിവസം മകൾ ആർത്തി സംസാരിച്ചതാണ്, ഒരു 10 മിനിറ്റേ തങ്ങൾ അവിടെ നിന്നുള്ളൂ. അവിടെ എത്തി കുഞ്ഞുങ്ങളെ റൈഡുകളിലേക്കൊക്കെ കയറ്റാൻ ശ്രമിക്കുന്നതിന് ഉള്ളൊരു സാവകാശമേ അവർക്ക് കിട്ടിയുള്ളൂ. ആ കാഴ്ചകൾ അവർ ആസ്വദിക്കാൻ തുടങ്ങുകയായിരുന്നു. ആ ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിലാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അച്ഛനെ, അവരുടെ ഭർത്താവിനെ, അവരുടെ മുത്തശ്ശനെ നഷ്ടമാകുന്നത്. എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്നത് വെറും 2 ദിവസം യാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ട അതേ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം എത്തിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടം അത് നമുക്കത് പറയുന്നതിനപ്പുറമാണ്. മലയാളികൾക്ക് ഒന്നാകെ വേദനയായിരുന്നു ഈ നഷ്ടം. കാരണം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വരുമ്പോഴാണ് ഒരു മലയാളി കൂടി ഉണ്ട് എന്ന വാർത്ത വരുന്നത്. എൻ രാമചന്ദ്രൻ എന്ന പേര് വരുന്നു. ഇടപ്പള്ളി സ്വദേശിയാണെന്ന് അറിയുന്നു. പിന്നീടാണ് അറിയുന്നത് മകളുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ചാണ് ഭീകരരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നത്, അദ്ദേഹം കൊല്ലപ്പെടുന്ന വിവരം കൂടി പുറത്തു വരികയായിരുന്നു. എങ്ങനെ കുടുംബം ആ വേർപാടിനെ മറികടക്കുമെന്നതായിരുന്നു നാം ഒന്നാകെ ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ആർത്തി ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് വലിയ പ്രതിസന്ധി കാലഘട്ടത്തെ അവരെങ്ങനെ മറികടന്നു എന്നതിനെക്കുറിച്ച് അവർ പറയുന്നു. അമ്മയെ അറിയിക്കാതെ മറ്റു ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി 2 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി അവർ അവിടെ നിന്ന് ഓടിയതിനെക്കുറിച്ചും അഭയം തേടിയതിനെക്കുറിച്ചും അച്ഛൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കിയതിനെക്കുറിച്ചുമൊക്കെ അവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അത് ആ അപകടത്തിൻ്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായ നഷ്ടം, കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടം, ഒരുപാട് പേർക്കാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമായത് ഈ കശ്മീരിലെ ഭീകരാക്രമണത്തിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ വിദേശത്ത് നിന്ന് വരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് സംസ്കാര ചടങ്ങുകളടക്കം ക്രമീകരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കായിരുന്നു ബാംഗ്ലൂരിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അരവിന്ദ് എത്തിയത്. അരവിന്ദ് കൂടി ചേർന്നാണ് എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. മന്ത്രിമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ഒരുപാട് ജനപ്രതിനിധികളടക്കം അവിടെ എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവരെത്തുന്നു. നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികളടക്കം ഹൈബിയുടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി മേയർ M അനിൽകുമാർ, അതോടൊപ്പം തന്നെ MLA മാരായ വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ
ഹൈബിഡൻ MP അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹം പോവുകയും ചെയ്യുന്നു. കേരള ആശ്വാസവാക്കുകൾ കൊണ്ട് തടയണ കെട്ടാനാവാത്ത അത്രയധികം ദുഃഖം ഒഴുകുന്ന അന്തരീക്ഷമാണ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ഭാര്യയും മകളും മകനും അടക്കമുള്ളവർ നെഞ്ചു വിങ്ങി കരയുന്ന ദൃശ്യങ്ങൾ